റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം എന്താണെന്നും അവയ്ക്ക് പേരിടുന്നത് എങ്ങനെയാണെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആർ എൻസൈംസ് വിച്ച് കട്ട് DNA at restriction sequences called palindromic sequences. DNA-യിൽ പാലിൻഡ്രോമിക് സീക്വൻസുകൾ റെസ്ട്രിക്ഷൻ സീക്വൻസുകളാണ്. ഈ റെസ്ട്രിക്ഷൻ സീക്വൻസുകളിൽ കട്ട് ചെയ്യുന്ന എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. Restriction endonucleases are a type of nuclease enzymes and it cuts inner parts of DNA. Restriction endonuclease enzyme ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ ജീൻ സ്പ്ലൈസിങ്ങിന് ഉപയോഗിക്കുന്നു. DNA സ്പ്ലൈസിങ്ങിന് ഉപയോഗിക്കുന്നത് കൊണ്ട് അവയെ ബയോളജിക്കൽ സിസേഴ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ സിസേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ സ്കാൽപ്പൽസ് എന്ന് വിളിക്കുന്നു. This is one of the tools of recombinant DNA technology or genetic engineering. Restriction endonuclease എൻസൈമിനെ കൂടാതെ RDNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന മറ്റ് ടൂൾസാണ് പോളിമറൈസ് എൻസൈംസ്, ലിഗേസസ്, വെക്റ്റേഴ്സ്, ഹോസ്റ്റ് ഓർഗനിസം എന്നിവ. DNA അല്ലെങ്കിൽ RNA ഇവയെ സ്പ്ലിറ്റ് ചെയ്യുന്ന, കട്ട് ചെയ്യുന്ന, ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് ന്യൂക്ലിയേസുകൾ. രണ്ട് തരം ന്യൂക്ലിയേസുകൾ ന്യൂക്ലിക് ആസിഡിന്മേൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദേ ആർ endonucleases and exonucleases. This is a model of helical structure of double-stranded DNA. Endonucleases cut DNA at the inner parts of the DNA. DNAയുടെ അകംവശങ്ങളിൽ കട്ട് ചെയ്യുന്ന എൻസൈമുകളാണ് എൻഡോന്യൂക്ലിയേസുകൾ. എന്നാൽ എക്സോന്യൂക്ലിയസുകളാകട്ടെ DNA-യുടെ ഔട്ടർ എൻഡുകളിൽ അല്ലെങ്കിൽ ഔട്ടർ പാർട്ടിൽ കട്ട് ചെയ്യുന്നു. Endonucleases which cut DNA at restriction sequences are called restriction endonucleases. DNA-യിലെ ചില നൈട്രജൻ ബേസ് സീക്വൻസുകൾ റെസ്ട്രിക്ഷൻ സീക്വൻസുകൾ എന്നറിയപ്പെടുന്നു. അവ പാലിൻഡ്രോമിക് സീക്വൻസുകളാണ് താനും. ഈ റെസ്ട്രിക്ഷൻ സീക്വൻസുകളിൽ പ്രത്യേകം കട്ട് ചെയ്യുന്ന എൻഡോന്യൂക്ലിയസ് എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുകൾ എന്നറിയപ്പെടുന്നത്. ആദ്യമായി ഡിസ്കവർ ചെയ്യപ്പെട്ട റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമാണ് HIN-D2 എന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. ഈ എൻസൈം ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ എന്ന ബാക്ടീരിയയിൽ ആണ്. HIN-D2 വായിക്കേണ്ടത് HIN-D2 എന്നാണ്. അത് എഴുതുമ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയുടെ HIN എന്നുള്ളത് ഇറ്റാലിക്സിലും D2 എന്നുള്ളത് നോർമൽ രീതിയിലും എഴുതാം. ഇവിടെ ന്യായമായ ഒരു സംശയം തോന്നാം. എന്തുകൊണ്ടാണ് ആദ്യത്തെ എൻസൈമിന് HIN-D2 എന്ന് വന്നത്? എന്തുകൊണ്ട് HIN-D1 ആയില്ല? അവസാനത്തെ അക്കമായ റോമൻ ലെറ്റർ സൂചിപ്പിക്കുന്നത് ആ ഹീമോഫിലസ് ഇൻഫ്ലുവൻസയിൽ നിന്ന് വേർതിരിച്ചെടുത്ത എത്രാമത്തെ എൻസൈമാണ് എന്നുള്ളതാണ്. അതായത് റോമൻ അക്കം സൂചിപ്പിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻസൈം ഡിസ്കവർ ചെയ്ത ഓർഡർ അല്ല, അത് ഐസൊലേറ്റ് ചെയ്ത ഓർഡർ ആണ്. ദി റോമൻ നമ്പർ ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദി ഓർഡർ ഓഫ് ഡിസ്കവറി, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ഓർഡർ ഓഫ് ഐസൊലേഷൻ ഓഫ് ദി റെസ്ട്രിക്ഷൻ എൻസൈം ഫ്രം ദി പർട്ടിക്കുലർ സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയ. റോമൻ ലെറ്റർ സൂചിപ്പിക്കുന്നത് ഓർഡർ ഓഫ് ഡിസ്കവറി അല്ല, ഓർഡർ ഓഫ് ഐസൊലേഷൻ ആണ്. ആദ്യം കണ്ടുപിടിച്ചത് HIN-D2 ആണെങ്കിലും ആദ്യം ഐസൊലേറ്റ് ചെയ്യപ്പെട്ടത് HIN-D1 ആണ്. സിൻസ് HIN-D2 was discovered earlier than HIN-D1, that's why the first discovered restriction enzyme is HIN-D2.
Restriction endonucleases are so called because they restrict the growth of bacteriophages by digesting or cutting the viral DNA inside the bacteria. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന് അങ്ങനെ പേര് വരാൻ കാരണം ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയഫേജുകളുടെ DNA തന്മാത്രകളെ ബാക്ടീരിയയുടെ കോശത്തിനകത്ത് വെച്ച് കട്ട് ചെയ്ത് നശിപ്പിക്കുന്നു. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമുകൾക്ക് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അവയുടെ പേര് എങ്ങനെയാണ് വന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇക്കോ R1, ബാം H1, ഹിൻ D2, സ്മാ 1, സ്കാ 1 എന്നീ എക്സാമ്പിളുകളാണ് നോക്കുന്നത്. ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേരിലെ ആദ്യത്തെ ലെറ്റർ സൂചിപ്പിക്കുന്നത് ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ്. 2, 3 ലെറ്റർ സൂചിപ്പിക്കുന്നത് സ്പീഷീസ് നെയിമിൻ്റെ 1, 2 ലെറ്റേഴ്സാണ്. 4ാമത്തെ ലെറ്റർ സൂചിപ്പിക്കുന്നത് ഏത് സ്ട്രെയിനിൽ നിന്നാണ് എൻസൈം എടുത്തിട്ടുള്ളത് എന്നാണ്. 5ാമത്തെ ലെറ്റർ സൂചിപ്പിക്കുന്ന റോമൻ ലെറ്റേഴ്സ് എത്രാമത്തെ എൻസൈമാണ് ഈ സ്ട്രെയിനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തത് എന്നാണ്. ഒന്നാമതായി ഇക്കോ R1. It is the first restriction endonuclease enzyme isolated from E. coli bacteria. Echo R1 isolated from Escherichia coli RY13. The first letter E stands for the genus name of Escherichia from which Echo R1 isolated. CO stands for first and second letters of species name coli. R stands for name of strain of the bacterium RY13, and the Roman letter 1 stands for the first restriction endonuclease isolated from that strain of bacteria. It indicates the order of isolation, not discovery. Let's see another example. BAM H1. BAM H1 is a restriction endonuclease enzyme isolated from Bacillus amyloliquefaciens. B stands for the genus name Bacillus. AM stands for species name amyloliquefaciens. H is the bacteria strain, and 1 is the first enzyme isolated from B arm. Next one, HIN D2. This restriction endonuclease enzyme isolated from Haemophilus influenzae, strain RD. H stands for genus name Haemophilus. IN stands for the species name Influenzae. D stands for the strain RD. Roman letter 2 refers to the order of isolation of restriction enzyme from it. അടുത്ത് സ്മാ 1. It is the restriction endonuclease isolated from Serratia marcescens. This name not having name of strain. S stands for the genus name Serratia. MA stands for the marcescens, and 1 the first restriction enzyme isolated from the Serratia marcescens. ഒരു എക്സാമ്പിൾ കൂടി, സ്കാ 1. It is the restriction endonuclease isolated from Streptomyces cespitosus. S stands for the genus name Streptomyces. CA stands for cespitosus, and Roman letter 1 stands for the first enzyme isolated. ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിൻ്റെ പേര് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ആ ഏത് ബാക്ടീരിയയാണ് ആ ബാക്ടീരിയയുടെ ജീനസിനെയും ബാക്ടീരിയയുടെ സ്പീഷീസിനെയും ബാക്ടീരിയയുടെ സ്ട്രെയിനെയും എത്രാമത്തെ എൻസൈമാണ് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടത് എന്നീ വിവരങ്ങൾ ലഭിക്കും. ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന് പേര് വന്നത് എങ്ങനെയാണെന്നും അത് എന്ത് സൂചിപ്പിക്കുന്നതെന്നും മനസ്സിലായി കാണുമല്ലോ. എല്ലാവരും നന്നായി മനസ്സിലാക്കി നന്നായി പഠിക്കുക. നല്ലത് വരട്ടെ.
Thank you very much. Subscribe Raju Science World for more videos.